RRB ALP ടെക്നീഷ്യൻ്റെ CBT 2 വരുന്ന ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 6ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള 5 വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈൻസിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് ആദ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞത്. ഇത് 2ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ 10 ടൈപ്പ് ലൈൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ABCD അതിൻ്റെ സബ് ടൈപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളതാണ്. 4 കഴിഞ്ഞ് 5ാമത്തത് ടൈപ്പ് E. എന്ന് പറയുന്നത് തിക്ക് കണ്ടിന്യൂസ്. ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്ന് പറയുന്നതാണ് തിക്ക് കണ്ടിന്യൂസ് ലൈന്. ബി എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള കണ്ടിന്യൂസ് ലൈന്. സി, അപ്പോൾ എയും ബിയും ഒരു സെറ്റ്. സി എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡ് ലൈന്. ഡി എന്ന് പറയുന്നത് നമ്മൾ സിക്സ് ആഗ് ലൈന്, നീളമുള്ള ഒബ്ജക്റ്റൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഒരു സെറ്റ്. സിയും ഡിയും ഒരു സെറ്റ്. പിന്നെ ഇ എന്ന് പറയുന്നത് ഡാഷ്ഡ് ലൈൻസ്. ആദ്യം തിക്ക് ഡാഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ഒരു ഗ്യാപ്പ്, അതേ ലെങ്ത്തുള്ള അടുത്ത ലൈൻ ചെറിയൊരു ഗ്യാപ്പ്. എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ നേരെ തിന്നായിട്ടുള്ള ലൈൻ. അപ്പോൾ ഈ ആദ്യത്തെ 4 പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത് പറയാനുള്ളത് ഈ ടൈപ്പ് ഇ മുതലാണ്. തിക്ക് ഡാഷ് അതിൻ്റെ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഹിഡൻ ലൈൻസ് വരക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടൈപ്പ് ഇ യൂസ് ചെയ്യുന്നത് ഹിഡൻ ലൈൻസ് വരക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, ഇവിടെ ഈ ഒരു സൈഡ് വ്യൂവിൽ, ഇവിടെ നിന്നുള്ള ഒരു സൈഡ് വ്യൂവിൽ ഒരു ഇന്നർ സർക്കിള് ഒരു ഔട്ടർ സർക്കിളാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു ടോപ്പ് വ്യൂ വരക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൈഡ് വ്യൂ വരക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നത് പോലെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് വരക്കാൻ പറ്റില്ല? ഇതിൻ്റെ ഉള്ളിലെ സർഫസ്, ഇന്നർ സർഫസ് നമുക്ക് ഡ്രോയിങ്ങിൽ വരക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഹിഡൻ ലൈൻസ്, അതായത് ഇതിൻ്റെ അകത്തേക്കൂടെ പോകുന്ന ഇന്നർ സർഫസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹിഡൻ ലൈൻസ് എന്ന് പറയുന്നത് ഈ തിക്ക് ഡാഷ്ഡ് ലൈൻസ് വരക്കുന്നത്. അതാണ് ടൈപ്പ് ഇ വരുന്നത്. തിക്ക് ഷോർട്ട് ഡാഷസ് ഓഫ് 3 mm, അതായത് 3 mm ലെങ്ത് വരുന്ന തിക്ക് ഡാഷസ്, അതിന് പറയുന്ന പേരാണ് ടൈപ്പ് ഇ. അതാണ് ഹിഡൻ അഥവാ ഇൻവിസിബിൾ എഡ്ജസ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് എഫ്. നേരത്തെ തിക്ക് ഡാഷ് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ തിന്ന് ഡാഷ്. ഏകദേശം ഒരേ യൂസാണ് ഇയും എഫും ഹിഡൻ ലൈൻസിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ടൈപ്പ് ഇയും ടൈപ്പ് എഫും തിക്കും തിന്നും ഡാഷ് ലൈൻസ് ഹിഡൻ ലൈൻസിന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തതാണ് ടൈപ്പ് ജി. ടൈപ്പ് ജി നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ലൈൻ പിന്നെ ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ പിന്നെ ഒരു ചെറിയ ലൈൻ. അതാണ് ചെയിൻ തിൻ ലൈൻ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ രണ്ടിലും ആദ്യം തിക്കും പിന്നെ തിന്നുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം ജിയിൽ തിൻ ലൈനായിട്ടാണ് കാണിക്കുന്നത്. ചെയിൻ തിൻ ലൈൻ ടൈപ്പ് ജി. ആൾട്ടർനേറ്റീവ്ലി ലോങ് ആൻഡ് ഷോർട്ട് ഡാഷ്. ഇവിടെ ഒരു റേഷ്യോ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഈ ഒരു ലെങ്ത്ത് കൂടിയ പോർഷനും പിന്നെ ഈ ലെങ്ത്ത് കുറഞ്ഞ ലൈനിൻ്റെ സെഗ്മെൻറ്റും അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. ഓരോ റേഷ്യോയും അതിന് കണക്കായിട്ട് വ്യത്യാസം വരുത്തുന്നത്. ഇവിടെ 6:1 ആവാം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ 5:1 ആവാം, അല്ലെങ്കിൽ 4:1. അപ്പോൾ ഇത് ഓരോ ഡ്രോയിങ്ങിന് കണക്കായിട്ട് ഡാഷസിൻ്റെ പ്രൊപ്പോർഷൻസ് ചേഞ്ച് ചെയ്യാം. ഈ ജി തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നത് സെൻറ്റർ ലൈന്.
കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് സെൻറ്റർ ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിന്നായിട്ടുള്ള കണ്ടിന്യൂസ് ലൈൻ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു B7 ആയിട്ട് ഷോർട്ട് സെൻറ്റർ ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്നേരം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് തിൻ ചെയിൻ ലൈനാണ്. ഇവിടെയാണ് അത് വരുന്നത്. സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് G ആണ്, ടൈപ്പ് G ആണ്. ഇതൊരു എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ടൈപ്പ് G ആണ്. അപ്പോൾ സെൻറ്റർ ലൈൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫിഗറിലെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം സിമ്മെട്രി കണക്കാക്കിയിട്ട് ഇവിടെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുന്നത് തിൻ ചെയിൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അടുത്തതാണ് ഈ ലൈൻ ഓഫ് സിമ്മെട്രി. ഈ ലൈൻ ഓഫ് സിമ്മെട്രി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഫിഗർ വരക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു 4 സർക്കിൾ ഇവിടെ ഇങ്ങനെ വരക്കണം. ഇവിടെ 1 2 3 4. അപ്പോൾ ഇവിടെ സാധാരണ ഇപ്പോൾ എങ്ങനെ വരക്കുക, ഇവിടെ ഒരു സർക്കിൾ വരക്കും, അവിടെ ഒരു ലൈൻ വരക്കും, ഒരു സർക്കിൾ വരക്കും, ഈ ഒരു ലൈൻ വരക്കും. ഈ വരക്കുന്ന ഇപ്പോൾ വരച്ച ഈ വരകളുണ്ടല്ലോ, ഇതാണ് ലൈൻ ഓഫ് സിമ്മെട്രി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇപ്പോൾ ഞാനൊരു നേർവരയാണ് വരച്ചത്, ഇത് ശരിക്കും ഈ ചെയിൻ ലൈനായിട്ടാണ് ഇവിടെ വരക്കുക. അപ്പോൾ ഇത് സെൻറ്റർ ആണോ? സെൻറ്റർ അല്ല. ഈ മൊത്തം ഡ്രോയിങ്ങിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കൂടി ഇനിയിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരക്കാതെ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനാണ് ലൈൻ ഓഫ് സിമ്മെട്രി എന്ന് പറയുന്നത്. അടുത്തതാണ് അതാണ് G2 ലൈൻ ഓഫ് സിമ്മെട്രി. അടുത്തത് G3 ട്രജക്റ്റേഴ്സ്. ഈ ട്രജക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ബോള് അല്ലെങ്കിൽ ഒരു ജാവലിൻ ഒക്കെ എറിയുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ പാത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ യൂസ് ചെയ്യുക? ഇതിൻ്റെ പാത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രജക്ടറീസ്. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് അത് നമുക്ക് ട്രജക്ടേഴ്സ് എന്ന് ഓർമ്മിക്കാം. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുക, ട്രജക്ടേഴ്സ് ടൈപ്പ് G ആണെന്നും അത് തിന്നായിട്ടുള്ള ചെയിൻ ലൈനാണെന്നും ഓർമ്മിക്കുക. അപ്പോൾ 3 എണ്ണം പറഞ്ഞു. ആദ്യത്തെ സെൻറ്റർ ലൈൻ, ഇത് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ ലൈൻ G1, ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള സിമ്മെട്രി ലൈൻ ഓഫ് സിമ്മെട്രി ട്രജക്റ്റേഴ്സ് 3 ടൈപ്പ് കാണിച്ചു. പിന്നെയാണ് അടുത്തതാണ് ടൈപ്പ് H. ടൈപ്പ് H എന്ന് പറയുന്നത് തിൻ ചെയിൻ വിത്ത് തിക്ക് എൻഡ്. ടൈപ്പ് H ചെയിൻ തിൻ വിത്ത് തിക്ക് അറ്റ് എൻഡ്സ്, അതായത് തിൻ ചെയിൻ വിത്ത് തിക്ക് എൻഡ്സ്. ഒരു തിന്നായിട്ടുള്ള ചെയിൻ, ഒരു വലുത് ഒരു ചെറുത്, ഒരു വലുത് ഒരു ചെറുത്, ഒരു വലുത് ഒരു ചെറുത്. പക്ഷെ എന്തുണ്ട്, ഇത് സെൻട്രൽ ലൈനായി പോകും. അപ്പോൾ അതിന് പകരം എൻഡിൽ വരുന്ന ഭാഗം എന്താണ്, തിക്കാണ്. എൻഡിൽ വരുന്ന ഭാഗം തിക്ക്. അപ്പോൾ ഇതാണ് ടൈപ്പ് H. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6 എണ്ണം 2 സെറ്റായിട്ട് വെച്ച് പഠിച്ചു. അപ്പോൾ അതിന് ശേഷം വരുന്ന G മുതൽ 4 എണ്ണം ചെയിൻ ലൈനുകളാണ് വരുന്നത്. G എന്ന് പറയുന്നത് തിൻ ചെയിൻ ലൈന് വരും. H എന്ന് പറയുന്നത് തിൻ ചെയിൻ വിത്ത് തിക്ക് എൻഡ്. ഇത് എവിടെയാണ് വരുന്നത് നോക്കിയാൽ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. കട്ടിംഗ് പ്ലെയിൻ ലൈൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഫിഗറിനെ ഈ ഒരു ലൈനിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ. ഈ കട്ട് ചെയ്ത് വരുമ്പം 2 സെക്ഷൻ വരും. ആ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പീസ്. ഇങ്ങനെ ഈ 2 പീസ് ഇവിടെ കട്ടിങ് വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ലൈനാണ് ടൈപ്പ് H ലൈൻ, അഥവാ ചെയിൻ തിൻ വിത്ത് തിക്ക് അറ്റ് എൻഡ്സ്. അതിനാണ് കട്ടിംഗ് പ്ലെയിൻ ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ടൈപ്പ് J. വരുന്നത് ചെയിൻ വിത്ത് തിക്ക് ലൈൻ, അതായത് ചെയിൻ വിത്ത് തിക്ക് ലൈൻ. ആദ്യം G പറഞ്ഞത് തിൻ ലൈൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് എനിക്കൊരു കൺഫ്യൂഷനായിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ A എന്ന് പറയുന്നത് കണ്ടിന്യൂസിൻ്റെ തിക്ക്, B എന്ന് പറയുന്നത് കണ്ടിന്യൂസിൻ്റെ തിന്ന്. ഇവിടെ നോക്കിയാൽ G എന്ന് പറയുന്നത് തിന്നാണ്. G എന്ന് പറയുന്നത് തിന്ന്, H എന്ന് പറയുന്നത് എൻഡിൽ തിക്ക് വരുന്നത്, I നമ്മൾ സ്കിപ്പ് ചെയ്തു. J എന്ന് പറയുന്നതാണ് എന്ത്, തിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ
ജെ എന്ന് പറയുന്നത് ചെയിൻ വിത്ത് തിക്ക് ലൈൻ. അപ്പോൾ ഇവിടെ എന്താണ് ഇത് നോക്കാം. ടൈപ്പ് ജെ പറയുന്നത് ഡ്രോൺ ടു ഇൻഡിക്കേറ്റ് സർഫസസ് ടു റിസീവ് അഡീഷണൽ ട്രീറ്റ്മെൻറ്റ്. എന്താണ് ഈ അഡീഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഒന്നിക്കൽ ഈ ഫിഗർ നോക്കും, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് നമ്മൾ വരച്ചു. അപ്പോൾ ആ ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഇവിടെ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യണം? പോളിഷ് ചെയ്യണം. ഈ ഒരു ഏരിയ മാത്രം പോളിഷ് ചെയ്യണം, ഈ ഒരു സർഫസ് മുഴുവനല്ല. ഈ ഒരു ഏരിയ മാത്രം പോളിഷ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ഡ്രോയിങ്ങിൽ കാണിക്കും? ഈ ഒരു ഏരിയ മാത്രമാണ് പോളിഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സർക്കുലർ ഏരിയയിൽ നമ്മൾ വരക്കുന്ന ലൈൻ, ഈ സർക്കിൾ വരക്കുന്ന ലൈനാണ് ചെയിൻ തിക്ക് ലൈൻ. അതായത് എന്തോ ആയിക്കോട്ടെ, ഇവിടെ ചിലപ്പം ഇവിടെ പറഞ്ഞതുപോലെ ആനോഡൈസിങ് ആയിരിക്കാം, ചിലപ്പോൾ അവിടെ പ്ലേറ്റിങ് ചെയ്യുന്നുണ്ടാവും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്ലേറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരു അഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ കാണിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ചെയിൻ തിക്ക് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ജെ എന്ന് പറയുന്നത് ചെയിൻ തിക്ക് ലൈൻ are to indicate surfaces receiving additional treatment. അടുത്തതാണ് ടൈപ്പ് കെ, ചെയിൻ തിൻ ലൈൻ ഡബിൾ ഡാഷ്. അതായത് ഒരു വലിയ ലൈൻ, രണ്ട് ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ, രണ്ട് ചെറിയ ലൈൻ. ഇതിന് പറയുന്നതാണ് ടൈപ്പ് കെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ടൈപ്പ് കെ 1 2 3 4 5 ടൈപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഓരോന്ന് നോക്കാം. അഡ്ജസൻ്റ് പാർട്ടുകൾ, അടുത്തടുത്തുള്ള രണ്ട് പാർട്ടുകളുടെ ഔട്ട്ലൈനുകൾ, രണ്ട് അഡ്ജസൻ്റ് പാർട്ടുകളുടെ ഔട്ട്ലൈനുകൾ വരക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു തിക്ക് കണ്ടിന്യൂസ് ലൈൻ വരക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ഡാഷ് ലൈനുകൾ. അതായത് ഈ ഡബിൾ ഡാഷ് ലൈനുകൾ. അടുത്തത് എക്സ്ട്രീം പൊസിഷൻസ് ഓഫ് മൂവബിൾ പാർട്സ്. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇവിടെ ഒരു ക്യൂബ് വരക്കുന്നു. ഈ ക്യൂബിൻ്റെ അകത്തെ ഒരു പാർട്ട് നമ്മൾ ഈ ഒരു പാർട്ടിനെ ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുകയും ഇതിൻ്റെ ഒരു ഡ്രോയിങ് വരക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുക? ഇവിടെ ഈ ഒരു ഭാഗം ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്ട്രീം പൊസിഷൻ, അത് മനസ്സിലായല്ലോ? അതായത് ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ അകത്തെ ഈ ഒരു ഭാഗം ഇവിടുന്ന് മൂവ് ചെയ്യുകയും, അപ്പോൾ ഈ ഒരു പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലുള്ള പൊസിഷൻസ്, അത് വരക്കുന്നതിന് വേണ്ടി എന്താ യൂസ് ചെയ്യുക? ഈ ഡബിൾ ഡാഷ് ലൈനാണ് യൂസ് ചെയ്യുക. അടുത്തത് സെൻട്രോയിഡൽ ലൈൻ. ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പിന്നെ ട്രയാങ്കിൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഓരോ ഷേപ്പ് വ്യത്യാസം വരുന്നതിന് കണക്കായിട്ട് അതിൻ്റെ സെൻട്രോയിഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സെൻട്രോയിഡൽ ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പിന്നെ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന പോയിൻ്റൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനത്തെയുള്ള സെൻട്രോയിഡൽ ലൈനുകൾ വരക്കുന്നതിന് നമ്മൾ സെൻട്രൽ ലൈനിൽ വരക്കുന്ന ആ ജി അല്ല വരക്കുക, അവിടെ കെ ആണ് യൂസ് ചെയ്യുക, അതായത് ഡബിൾ ഡാഷ് ലൈന്. പിന്നെ ഈ ഡബിൾ ഡാഷ് ലൈനിനെ ചില സ്ഥലങ്ങളിൽ, ചില പുസ്തകത്തിലെ ഫാൻറ്റം ലൈൻ കണ്ടിട്ടുണ്ട്. അതൊന്നും കറക്റ്റ് ഉറപ്പില്ല. ഫാൻറ്റം ലൈൻ അതൊന്നും വേണമെങ്കിൽ വെരിഫൈ ചെയ്യുക ഡബിൾ ഡാഷ് ലൈൻ. നാലാമത്തത് ഔട്ട്ലൈൻസ് പ്രയർ ടു ഫോമിങ്. ഇവിടെ കാണിച്ചു തന്നെ ഫോമിങ്ങിന് മുന്നേ ഉള്ള ലൈൻ. അഞ്ചാമത്തെ പാർട്ട് സിറ്റുവേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് പ്ലെയിൻ. നേരത്തെ നമ്മൾ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിഗറിൻ്റെ അകത്ത് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരക്കാൻ വേണ്ടി യൂസ് ചെയ്തത് രണ്ട് എൻഡിലും തിക്കായിട്ടുള്ള ചെയിന്, തിൻ ചെയിനായിരുന്നു കാണിച്ചത്. അതായത് എൻഡിൽ മാത്രം നല്ല കട്ടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാർട്ടുണ്ട്. അതായത് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാർട്ടുണ്ട് എന്ന് വിചാരിക്കും. പല ടൈപ്പ് പാർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ പാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വരയ്ക്കുക? ആ പാർട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡബിൾ ഡാഷ് ലൈനുകൾ യൂസ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈപ്പിലാണ് ഡബിൾ ഡാഷ് ലൈനുകൾ ഉണ്ടാവുക. ഇതിൽ പിന്നെ എക്സ്ട്രീം പൊസിഷൻസ് ഓഫ് മൂവബിൾ പാർട്സ്, ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. എക്സ്ട്രീം പൊസിഷൻസ് ഓഫ് മൂവബിൾ പാർട്സ്. അതുപോലെ ഫോമിങ്ങിന് മുമ്പേ ഉള്ള ഔട്ട്ലൈൻസ്, കട്ടിംഗ് പ്ലെയിനിൻ്റെ ഫ്രണ്ടിലുള്ള പാർട്സിൻ്റെ ലൈൻ വരയ്ക്കാൻ.
സെൻട്രോയിഡൽ ലൈൻസ്. ഇപ്പോൾ ഇതാണ് ടോട്ടൽ വരുന്നത് 10 ടൈപ്പ് ലൈനുകൾ. ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തത് കണ്ടിന്യൂസ് തിക്ക് ലൈന്, തിൻ ലൈൻ, രണ്ടെണ്ണം ഒരു സെറ്റായിട്ട് പഠിച്ചു. അതായത് കണ്ടിന്യൂസ് ലൈൻ സാധാ നമ്മുടെ ലൈൻ, അതിൻ്റെ തിക്ക് തിന്ന്. ആദ്യത്തത് ഔട്ട്ലൈൻസും എഡ്ജസും വരയ്ക്കാൻ. രണ്ടാമത്തെ തിൻ ലൈൻ, ഇത് ബി ടൈപ്പ് ബി. അപ്പോൾ വൈറ്റമിൻ ബി ഒക്കെ പഠിച്ചവർക്കറിയാം, അത് 12-13 ടൈപ്പ് നമ്മളിങ്ങനെ B12 വരെ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ ബി ഒരുപാട് സബ് ടൈപ്പ് ഉണ്ട്. ഇവിടെ അതിന് ശേഷം വരുന്നത് കെ ആണ്, 5 സബ് ടൈപ്പ് വന്നത്. അപ്പോൾ ഇവിടെ ബി മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഏകദേശം നമ്മളൊരു കട്ടിയുള്ള ഡ്രോയിങ്ങിൻ്റെ അകത്ത് പെൻസിലിനെ കൊണ്ട് ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പിന്നെ ഡയമെൻഷനിലേക്ക് വരക്കുന്ന വര മാർക്ക് ചെയ്യുന്നത്, ഇമാജിനറി ലൈൻസ് വരക്കുന്നത്, പിന്നെ പ്രൊജക്ഷൻ ലൈൻസ് വരക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ്. അതിനുശേഷം ബ്രോക്കൺ പീസസ്, ഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ്, അത് വരക്കുന്നതിന് വേണ്ടിയിട്ട് ടൈപ്പ് സി ഫ്രീ ഹാൻഡ് തിൻ ലൈനുകൾ. അതിനുശേഷം ലോങ് ബ്രേക്ക് ലൈൻസ് വരക്കുന്നതിന് വേണ്ടിയിട്ട് സിഗ്സാഗ് ലൈൻസ്. അപ്പോൾ ഇത് എന്ത് ഓർത്താൽ മതി, ടി സ്കെയിലിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ചെറിയ സ്ഥലത്ത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് ഡി. ടൈപ്പ് ഇ എന്ന് പറയുന്നത് ടൈപ്പ് എഫ്. ഇത് രണ്ടും ഒരു സെറ്റായിട്ട് പഠിക്കുക. സിയും ഡിയും ഒരു സെറ്റായിട്ട് പഠിക്കുക, ഫ്രീ ഹാൻഡും സിക്സാഗും. അതിനുശേഷം ഇയും എഫും എന്താണ്, കണ്ടിന്യൂസ് കഴിഞ്ഞു ഡാഷ്ഡ് ലൈൻസ്, ആദ്യം തിക്ക് പിന്നെ തിന്ന്. രണ്ടും യൂസ് ചെയ്യുന്ന ഹിഡൻ ലൈൻസ് വരക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു സെറ്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹിഡൻ ലൈൻസിൻ്റെ ഓപ്ഷനിൽ ഇയോ എഫോ ഉണ്ടാവും. അടുത്ത 4 ചെയിൻ ലൈൻസ്. അപ്പോൾ അങ്ങനെ 10 എണ്ണത്തിന് 6ഉം 4ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ 2, 2, 2 പിന്നെ ഒരു 4. അപ്പോൾ അതിന് ശേഷമുള്ള ചെയിൻ ലൈൻസ്, തിൻ ചെയിൻ ലൈൻസ്, സെൻറ്റർ ലൈൻ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ ലൈൻ ഏതാണെന്നുള്ളത്, സെൻറ്റർ ലൈൻ വരുന്നത് ടൈപ്പ് ജി ആണ്. അതിനുശേഷം ടൈപ്പ് എച്ച്, സാധാ ചെയിൻ തിൻ തന്നെ, അതിൻ്റെ 2 എൻഡിലും തിക്കായിട്ട് വരുന്നത് കട്ടിങ് പ്ലെയിൻസിന് വേണ്ടിയിട്ട്. ജെ ചെയിൻ തിക്ക്. ഇത് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സർഫസിൻ്റെ അകത്ത് പോളിഷിങ്ങോ അല്ലെങ്കിൽ പ്ലേറ്റിങ്ങോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈപ്പ് ജെ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് കെ ലൈൻസ് യൂസ് ചെയ്യുന്നത് ചെയിൻ തിൻ, ഡബിൾ ഡാഷ്, നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ ടൈപ്പ് കെയും കൂടെ ഓർമ്മിക്കുക.